ചിത്രത്തിൻ്റെ തുടക്കത്തിൽ മാർക്കോയടക്കമുള്ള കുറച്ച് ക്രിമിനൽസിൻ്റെ ശവമടക്കാണ് കാണിക്കുന്നത്. നിരവധി സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചിരുന്ന മാർക്കോയെയും കൂട്ടരെയും തൻ്റെ മകളെ കടത്തിക്കൊണ്ടുപോയതിൻ്റെ പേരിൽ ബ്രയാൻ എന്നയാളായിരുന്നു കൊലപ്പെടുത്തിയിരുന്നത്. ഈ ഒരു ചടങ്ങിൽ പങ്കെടുത്തിരുന്ന ക്രിമിനൽസിൻ്റെ ബന്ധുക്കൾ വിങ്ങിപ്പൊട്ടി. മാർക്കോ മാഫിയ തലവനും കുപ്രസിദ്ധനുമായ മുറാദിൻ്റെ മകനായിരുന്നു. തൻ്റെ മകനെയും കൂട്ടാളികളെയും കൊന്നവനോട് താൻ പ്രതികാരം ചെയ്യുമെന്ന് ആ ഒരു സമയത്ത് മുറാദ് ശപഥമെടുക്കുകയാണ്. അവനെ ജീവനോടെ തന്നെ തനിക്ക് വേണമെന്ന് മുറാദ് തൻ്റെ അനുയായികൾക്ക് നിർദ്ദേശം നൽകി. ശേഷം കാണിക്കുന്നത് മാർക്കോയെയും കൂട്ടരെയും കൊലപ്പെടുത്തിയിരുന്ന പാരീസിലുള്ള ബ്രയാനെയാണ്. ബ്രയാൻ തൻ്റെ മുൻ ഭാര്യയായ ലെനോൻ്റെ വീട്ടിലേക്ക് ചെന്ന് മകളായ കിമ്മിനെ അന്വേഷിച്ചു. ഒരു തവണ കിമ്മ് കിഡ്നാപ്പ് ചെയ്യപ്പെട്ടിരുന്നതിനാലും ഏതു നിമിഷവും ശത്രുക്കളെ തന്നെ തേടി വരാം എന്നുള്ള ഭയമുണ്ടായിരുന്നതിനാലും കിമ്മിനെക്കുറിച്ച് ബ്രയാൻ വളരെ ആശങ്കാകുലനായിരുന്നു. കിമ്മ് അവളുടെ ബോയ്ഫ്രണ്ടിൻ്റെ വീട്ടിലാണെന്ന് ലെനോൻ ബ്രയാനെ അറിയിച്ചു. അവിടെ നിന്നങ്ങോട്ട് ബ്രയാൻ കിമ്മിൻ്റെ ബോയ്ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. കിമ്മ് ഡ്രൈവിംഗ് ടെസ്റ്റിൽ ഫെയിലായെന്നും അവളെ ഡ്രൈവിംഗ് പഠിപ്പിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ബ്രയാൻ കിമ്മിനെ വിളിച്ചുകൊണ്ട് പോയി. ഞാൻ നിൻ്റെ ഫോണിൽ നാവിഗേഷൻ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെന്നും അത് നോക്കിയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് എത്തിയതെന്നും ബ്രയാൻ കിമ്മിനോട് പറഞ്ഞു. പിന്നീട് ബ്രയാൻ തൻ്റെ കൂട്ടുകാരനെ വിളിച്ച് കിമ്മിൻ്റെ കാമുകനെക്കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസും എടുത്തു. എന്നാൽ ആ രാത്രിയിൽ മാർക്കോയും കൂട്ടാളികളും പാരീസിലേക്ക് എത്തിയിരുന്നു. അവർ ഒരു പോലീസുകാരനെ കൊലപ്പെടുത്തുകയും ഫ്രഞ്ച് DGS ഏജൻറ്റും നാഷണൽ പോലീസ് ഓഫീസറുമായ ജിന്നിനെ പിടികൂടുകയും ചെയ്തു. മാർക്കോയെ കൊലപ്പെടുത്താനായുള്ള ദൗത്യത്തിൽ ബ്രയാൻ ഉപയോഗിച്ചിരുന്നത് ജിന്നിൻ്റെ ID കാർഡായിരുന്നു. അവർ ജിന്നിനെ അതിക്രൂരമായി ഉപദ്രവിക്കുകയും വിവരങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ കൈക്കൂലിക്കാരനായിരുന്ന ഒരു പോലീസുകാരനെ ചെന്ന് കണ്ട് അയാൾക്ക് പണം നൽകി ബ്രയാനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ കൈവശപ്പെടുത്തി. അയാളിൽ നിന്നും ബ്രയാൻ ഡ്യൂട്ടിയുടെ ഭാഗമായി ഇസ്താംബൂളിലേക്ക് പോവുകയാണെന്ന് സംഘം മനസ്സിലാക്കി. സൗദിയിലുള്ളൊരു ഷെയ്ഖിനെ പ്രൊട്ടക്ഷൻ ഒരുക്കുന്ന ഡ്യൂട്ടിയായിരുന്നു അവിടെ ബ്രയാൻ ഉണ്ടായിരുന്നത്. 3 ദിവസത്തെ ഡ്യൂട്ടി പൂർത്തിയാക്കിയതിനു ശേഷം പ്രതിഫലം വാങ്ങി ബ്രയാൻ തിരിച്ചു പോകാൻ ഒരുങ്ങുകയാണ്. ഈ ഒരു സമയത്താണ് ബ്രയാനെ സർപ്രൈസ് നൽകിക്കൊണ്ട് ലെനോനും അവൻ്റെ മകളും അവൻ്റെ പക്കലേക്ക് എത്തുന്നത്. ബ്രയാൻ അവരെ തൻ്റെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്നാൽ ഈ ഒരു സമയത്ത് അതീവ സുരക്ഷയുള്ള ആ ഒരു 5 സ്റ്റാർ ഹോട്ടലിലേക്ക് മുറാദും കൂട്ടാളികളും എത്തുകയാണ്. പിന്നീട് അങ്ങോട്ട് അവരേവരും ബ്രയാനെ നിരീക്ഷിക്കാൻ ആരംഭിച്ചു. ഇതറിയാതെ ബ്രയാൻ ലെനോനെയും കൂട്ടി ഒന്ന് പുറത്തു പോവുകയാണ്. ഈ ഒരു സമയത്ത് മുറാദിൻ്റെ ആളുകൾ അവരെ പിന്തുടരുന്നുണ്ടായിരുന്നു. ഇക്കാര്യം ബ്രയാൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ബ്രയാൻ തിരക്ക് കൂടിയ റോഡിലേക്ക് വാഹനം എടുക്കാനായി ഡ്രൈവറോട് ആവശ്യപ്പെടുകയും ലെനോനോട് എത്രയും വേഗം അവിടെ ഇറങ്ങാൻ പറയുകയും ചെയ്തു. നീ എത്രയും വേഗം ഹോട്ടലിലേക്ക് ചെല്ലണമെന്നും അവിടെയുള്ള സെക്യൂരിറ്റി ഗാർഡുകളെ ഇക്കാര്യം അറിയിച്ച് കിമ്മിനെയും കൂട്ടി റൂമിൽ കയറി കതകടച്ചിരിക്കണമെന്നും ഞാൻ ശത്രുക്കളുടെ ശ്രദ്ധ തിരിച്ച് അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നോളാമെന്നും ബ്രയാൻ ലെനോനെ അറിയിച്ചു. ലെനോനെ ഇറക്കി വിട്ടതിനു ശേഷം ബ്രയാൻ ഡ്രൈവറെ മാറ്റി അതിവേഗത്തിൽ വാഹനം ഓടിച്ച് ശത്രുക്കളുടെ ശ്രദ്ധ തിരിക്കാനായി ശ്രമിച്ചു. ഒരു സമയത്തവൻ മകളായ കിമ്മിനെ വിളിച്ചിരുന്നെങ്കിലും സ്വിമ്മിംഗ് പൂളിലായിരുന്ന കിമ്മ് ഫോൺ എടുത്തിരുന്നില്ല. ശത്രുക്കൾ ബ്രയാൻ്റെ വാഹനം ബ്ലോക്ക് ചെയ്ത് അവനെ പിടികൂടാനായി ശ്രമിച്ചു. പക്ഷെ ബ്രയാൻ അവരുടെ കണ്ണിൽ പെടാതെ ഒഴിഞ്ഞുമാറി. രക്ഷപ്പെടാൻ ശ്രമിച്ച ബ്രയാനെ അവർ പിന്തുടർന്നെങ്കിലും ബ്രയാൻ അവരെയെല്ലാം നിരമ്പരിശാക്കിക്കൊണ്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ഒരു സമയത്താണ് ലെനോനെ ബന്ദിയാക്കിക്കൊണ്ട് മാർക്കോയുടെ ആളുകൾ അവൻ്റെ പക്കലേക്ക് എത്തുന്നത്. ഈ ഒരു സമയത്ത് ബ്രയാൻ കിമ്മിനെ വിളിച്ച് കാര്യം പറയുകയും എത്രയും വേഗം ഒളിച്ചിരിക്കാനായി അവളോട് നിർദ്ദേശിക്കുകയും ചെയ്തു. അവരുടെ ഭീഷണിക്ക് വഴങ്ങി ബ്രയാനെ തോക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു. അതോടെ മുറാദിൻ്റെ ആളുകൾ ലെനോൻ്റെ മുൻപിലിട്ട് ബ്രയാനെ അതിക്രൂരമായി മർദ്ദിച്ചു. ശേഷം അവരിരുവരെയും കണ്ണുകൾ മൂടിക്കെട്ടിക്കൊണ്ട് തങ്ങളുടെ താവളത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. പോകുന്ന സമയത്ത് ബ്രയാൻ യാത്രയുടെ ദൈർഘ്യവും വളവുകളും തിരിവുകളുമെല്ലാം വ്യക്തമായി നോട്ട് ചെയ്തിരുന്നു. ഇതേസമയം മുറാദിൻ്റെ അനുയായികൾ ഹോട്ടലിൽ കിമ്മിനായുള്ള അന്വേഷണത്തിലായിരുന്നു. ഭാഗ്യവശാൽ തോക്കുധാരികളായ ആ മനുഷ്യരെ അവിടെ ഉണ്ടായിരുന്ന ഒരു ക്ലീനിങ് സ്റ്റാഫ് കണ്ടിരുന്നു. ആ സ്ത്രീ
ഉടൻ തന്നെ ഇക്കാര്യം സെക്യൂരിറ്റി ഗാർഡുകളെ അറിയിച്ചു. അക്രമികളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടാനായി കിം ജനൽ വഴി സെൻസൈഡിലേക്ക് ചാടി. ഇക്കാര്യം മനസ്സിലാക്കിയ അക്രമികൾ അവൾക്ക് പുറകെ തൊട്ടടുത്തായുണ്ടായിരുന്ന റൂമിലേക്കെത്തി. അക്രമികളെ കണ്ടതിൻ്റെ പേരിൽ ആ റൂമിലുണ്ടായിരുന്ന നിരപരാധിയായ മനുഷ്യനെ അക്രമികൾ വെടിവെച്ചു കൊന്നു. ഈ സംഭവത്തോടെ അക്രമികൾ അവിടെ നിന്നും രക്ഷപ്പെടാനായി ശ്രമിക്കുകയാണ്. ഓടിയെത്തിയ സെക്യൂരിറ്റി ഗാർഡുകളെ അക്രമികൾ വെടിവെച്ചു കൊന്നു. അതോടുകൂടി ഹോട്ടലിലെ ബാക്കിയുള്ള സെക്യൂരിറ്റി ഗാർഡുകൾ കൂടി സംഭവ സ്ഥലത്തേക്ക് പായുകയാണ്. അക്രമികൾ പോകുന്നതുവരെ കിം അവിടെ ഉണ്ടായിരുന്ന ഒരു അലമാരയിലാണ് ഒളിച്ചിരുന്നിരുന്നത്. അതേസമയം മുറാദിൻ്റെ ആളുകൾ ബ്രയാനെ ബന്ദിയാക്കി വെച്ചിരിക്കുകയായിരുന്നു. ഒരു സമയത്ത് ബ്രയാൻ തൻ്റെ പാൻറിൽ കരുതിയിരുന്ന കുഞ്ഞൻ ഫോൺ എടുത്ത് തൻ്റെ സുഹൃത്തിനെ വിളിച്ചിരുന്നെങ്കിലും നിർഭാഗ്യവശാൽ അയാൾ ഫോൺ എടുത്തിരുന്നില്ല. അതോടെ ബ്രയാൻ കിമ്മിനെ വിളിച്ചു. അവൻ കിമ്മിനോട് തൻ്റെ വെപ്പൺ ബോക്സ് ഓപ്പൺ ആക്കാനായി പറയുകയാണ്. ബ്രയാൻ അവർ തന്നെ കൊണ്ടുവന്നിരുന്ന ആ ഒരു സ്ഥലത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പറയുകയും അങ്ങനെ ആ പെട്ടിയിലുണ്ടായിരുന്ന മാപ്പ് ഉപയോഗിച്ച് ബ്രയാനെ ബന്ദിയാക്കിയിരുന്ന സ്ഥലത്തിൻ്റെ ഏകദേശ ലൊക്കേഷൻ മനസ്സിലാക്കുകയും ചെയ്തു. ശേഷം ബ്രയാൻ പെട്ടിയിലുള്ള ഗ്രനേഡിൽ ഒന്നെടുത്ത് ആളൊഴിഞ്ഞ പ്രദേശത്തേക്ക് എറിയുവാനായി അവളോട് പറയുകയാണ്. അവൾ അപ്രകാരം തന്നെ ചെയ്തു. ആ ഗ്രനേഡ് പൊട്ടുന്ന ശബ്ദം ബ്രയാനെ കേൾക്കാമായിരുന്നു. അതിൽ നിന്നും ഹോട്ടലിൽ നിന്നും അധികം അകലെയല്ല തന്നെ ബന്ദിയാക്കിയിരിക്കുന്ന സ്ഥലമെന്ന് ബ്രയാൻ തിരിച്ചറിഞ്ഞു. തോക്കും 2-3 ഗ്രനേഡുകളും എടുത്ത് താൻ പറയുന്ന സ്ഥലത്തേക്ക് വരാനായി ബ്രയാൻ കിമ്മിനോട് പറഞ്ഞു. അങ്ങനെ കിം വസ്ത്രം മാറി ബ്രയാൻ പറഞ്ഞിരുന്ന ആ ഒരു സ്ഥലത്തേക്ക് ചൊല്ലുകയാണ്. ഈ ഒരു സമയത്ത് മുറാദ് ബ്രയാൻ്റെ പക്കലേക്ക് എത്തുകയാണ്. നീ എന്തിനാണ് എൻ്റെ മകനായ മാർക്കോയെ കൊന്നതെന്നും ചോദിച്ചുകൊണ്ട് മുറാദ് ക്ഷുഭിതനായി. അവൻ യുവതികളെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചെന്നും എൻ്റെ മകളെയും അവൻ തട്ടിക്കൊണ്ടുപോയെന്നും അതുകൊണ്ടാണ് എനിക്കങ്ങനെ ചെയ്യേണ്ടി വന്നതെന്നും ബ്രയാൻ മുറാദിനോട് പറഞ്ഞു. കലിയടങ്ങാതെ മുറാദ് ലെനോൻ്റെ കഴുത്തിൽ മുറിവുണ്ടാക്കി അവളെ തല കീഴായി അവിടെ കെട്ടിത്തൂക്കിയിട്ടു. 30 മിനിറ്റിനുള്ളിൽ അവൾ മരിക്കുമെന്നും നിൻ്റെ മകളായ കിമ്മിനെ ഞാൻ വേശ്യാലയത്തിലേക്ക് വിൽക്കുമെന്നും പറഞ്ഞുകൊണ്ട് മുറാദും കൂട്ടരും അവിടെ നിന്നും ഇറങ്ങിപ്പോയി. അതോടെ ബ്രയാൻ അവിടെ ഉണ്ടായിരുന്ന തൂണിലുരച്ച് തൻ്റെ കയ്യിലേക്കിട്ട് മുറിച്ചു മാറ്റുവാനായി ശ്രമിക്കുകയാണ്. ആ ഒരു താവളത്തിൽ മുറാദിൻ്റെ നിരവധി അനുയായികൾ കാവലുണ്ടായിരുന്നു. കിമ്മിനെയും കൂടി പിടികൂടിയതിനു ശേഷം നമുക്ക് അവരെയും കൊണ്ട് ട്രോപ്പോജിയിലേക്ക് പോകണമെന്ന് മുറാദ് തൻ്റെ അനുയായികളോട് പറഞ്ഞു. ഈ ഒരു സമയത്ത് കിം ബ്രയാൻ പറഞ്ഞു കൊടുത്തിരുന്ന ആ ഒരു ലൊക്കേഷൻ പരിധിയിലേക്ക് എത്തിയിരുന്നു. അല്പസമയത്തിനകം തന്നെ ബ്രയാൻ തൻ്റെ കയ്യിലെ കെട്ടുകളഴിച്ച് ലെനോനെ മോചിതയാക്കി. കിം നിൽക്കുന്ന ലൊക്കേഷൻ മനസ്സിലാക്കാനായി ഒരു ഗ്രനേഡ് കൂടി പൊട്ടിക്കുവാനായി ബ്രയാൻ അവളോട് പറഞ്ഞു. അവൾ അപ്രകാരം തന്നെ ചെയ്തു. അങ്ങനെ കിമ്മിൻ്റെ നിർദ്ദേശമനുസരിച്ച് അവൾ മുന്നോട്ടേക്ക് നീങ്ങി. കൃത്യതയാർന്ന ലൊക്കേഷൻ മനസ്സിലാക്കാനായി ഒരു ഗ്രനേഡ് കൂടി അവർക്ക് പൊട്ടിക്കേണ്ടി വന്നു. അതോടുകൂടി താവളത്തിലുണ്ടായിരുന്ന മുറാദിൻ്റെ ആളുകൾക്ക് സംശയം തോന്നുകയും അവരിൽ ചിലർ പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്തു. ഇതേസമയം ബ്രയാൻ അവിടെ ഉണ്ടായിരുന്ന ഒരടുപ്പിലെ നീരാവി പുറത്തേക്ക് തുറന്നു വിട്ടിരുന്നു. ആ പുകക്കുഴൽ വഴി തോക്ക് താഴേക്കെറിയുവാനും എത്രയും വേഗം ഓടി രക്ഷപ്പെടാനും ബ്രയാൻ കിമ്മിന് നിർദ്ദേശം നൽകി. അവൾ അപ്രകാരം തന്നെ ചെയ്തു. ഈ ഒരു സമയത്താണ് മുറാദിൻ്റെ ആളുകൾ അവളുടെ പക്കലേക്ക് എത്തുന്നത്. ഇതേ സമയത്ത് മറ്റു 2 പേർ ബ്രയാനെ പൂട്ടിയിട്ടിരുന്ന ആ ഒരു മുറിയിലേക്കും എത്തിയിരുന്നു. ബ്രയാൻ അവരെ 2 പേരെയും വെടിവെച്ച് കൊലപ്പെടുത്തി. ഞാൻ എത്രയും വേഗം തിരിച്ചു വരാമെന്ന് ലെനോനോട് പറഞ്ഞുകൊണ്ട് കിമ്മിനെ രക്ഷിക്കാനായി ബ്രയാൻ പുറത്തു കടക്കാൻ ഒരുങ്ങുകയാണ്. രക്ഷപ്പെടുന്ന സമയത്ത് അവനെ ആ താവളത്തിലുണ്ടായിരുന്ന മുറാദിൻ്റെ മുഴുവൻ ആളുകളെയും കൊലപ്പെടുത്തേണ്ടി വന്നിരുന്നു. ഇതേസമയം കിമ്മിനെ മുറാദിൻ്റെ ഒരു കൂട്ടാളി പിടികൂടുകയും ഗൺ പോയിന്റിൽ നിർത്തുകയും ചെയ്തിരുന്നു. ഉടനെ പുറകിൽ നിന്നും അയാളെ വെടിവെച്ച് കൊലപ്പെടുത്തിക്കൊണ്ട് ബ്രയാൻ അങ്ങോട്ടേക്കെത്തി. ശേഷം അവരിരുവരും അവിടെ ഉണ്ടായിരുന്ന ഒരു ടാക്സി കാർ തട്ടിയെടുത്ത് ലെനോനെ രക്ഷിക്കാനായി മുറാദിൻ്റെ ആ ഒരു താവളത്തിലേക്ക് വീണ്ടും ചൊല്ലുകയാണ്. 5 മിനിറ്റിനുള്ളിൽ ഞാൻ തിരിച്ചെത്തിയില്ലെങ്കിൽ നീ ഇവിടെ നിന്നും US എംബസിയിലേക്ക് പോകണമെന്ന് ബ്രയാൻ കിമ്മിനോട് പറഞ്ഞു. എന്നാൽ ഒരു സമയത്ത് മുറാദും കൂട്ടാളികളും ചേർന്ന് ലെനോനെ മറ്റൊരിടത്തിലേക്ക് മാറ്റുകയായിരുന്നു. നിർഭാഗ്യവശാൽ ബ്രയാൻ എത്തുന്നതിലും തൊട്ടു മുൻപ്
അവളെയും കൊണ്ട് അവർ രക്ഷപ്പെട്ടിരുന്നു. തിരിച്ചെത്തിയ ബ്രയാൻ നമുക്കെത്രയും വേഗം US എംബസിയിലേക്ക് എത്തണമെന്ന് കിമ്മിനോട് പറഞ്ഞു. എന്നാൽ ഈ ഒരു സമയത്ത് മുറാദിൻ്റെ പക്കൽ നിന്നും കൈക്കൂലി വാങ്ങിയിരുന്ന ഒരു പോലീസുകാരൻ അവരെ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. അതോടെ ബ്രയാനെ അയാളെ കൊല്ലേണ്ടി വന്നു. ഈ സംഭവത്തോടെ പോലീസുകാർ അവരുടെ വാഹനത്തെ പിന്തുടരാൻ ആരംഭിച്ചു. അതോടൊപ്പം മുറാദിൻ്റെ ആളുകളും അവർക്ക് പുറകെയുണ്ടായിരുന്നു. രക്ഷപ്പെടാനായി ബ്രയാൻ അതിലൊരു വാഹനത്തെ വെടിവെച്ചിട്ടു. ഇതിനിടെ പിന്നാലെ വന്നിരുന്ന മുറാദിൻ്റെ കൂട്ടാളികളുടെ മറ്റൊരു വാഹനം ട്രെയിനിടിച്ച് തകർന്നിരുന്നു. ശേഷം അവരിരുവരും തങ്ങളുടെ വാഹനം അമേരിക്കൻ എംബസിയിലേക്ക് ഇടിച്ചു കയറ്റുകയാണ്. അവർക്ക് വേണ്ടത് എന്നെയാണ്. അതിനാൽ തന്നെ നീ അമ്മയെക്കുറിച്ച് പേടിക്കേണ്ടെന്നും അവർ ലെനോനെ വെച്ച് എന്നോട് വിലപേശുകയാണ് ചെയ്യുകയെന്നും ബ്രയാൻ കിമ്മിനോട് പറഞ്ഞു. ശേഷം ബ്രയാൻ തൻ്റെ സുഹൃത്തിനെ വിളിച്ച് എംബസിയിൽ കാര്യങ്ങൾ അറിയിക്കുകയും കിമ്മിനെ സുരക്ഷിതമായി അവിടെ ഏൽപ്പിക്കുകയും ചെയ്തു. ശേഷം ബ്രയാൻ വീണ്ടും ലെനോനെ അന്വേഷിച്ച് പുറത്തിറങ്ങി. തനിക്കറിയാവുന്ന വിവരങ്ങൾ വെച്ച് ബ്രയാൻ അന്വേഷണം ആരംഭിക്കുകയും ഒടുവിൽ മുറാദിൻ്റെ പുതിയ താവളം അവൻ കണ്ടെത്തുകയും ചെയ്തു. ലെനോനെ കൊന്ന് കഷ്ണങ്ങളാക്കി അവളുടെ ശരീരം ബ്രയാൻ അയച്ചു കൊടുക്കാനായിരുന്നു മുറാദിൻ്റെയും കൂട്ടാളികളുടെയും ഉദ്ദേശം. ഇതിനിടെ കാവൽക്കാരെ ഓരോരുത്തരെയായി കൊലപ്പെടുത്തിക്കൊണ്ട് ബ്രയാൻ ആ ഒരു താവളത്തിനകത്തേക്ക് പ്രവേശിച്ചിരുന്നു. ഇക്കാര്യം മനസ്സിലാക്കിയ മുറാദ് ലെനോനെയും കൊണ്ട് അവിടെ നിന്നും രക്ഷപ്പെടാനായി ശ്രമിക്കുകയാണ്. മുന്നോട്ടേക്ക് നീങ്ങിയ ബ്രയാൻ മൃതപ്രാണയായി കിടന്നിരുന്ന ലെനോനെ കണ്ടു. ഉടനെ മുറാദിൻ്റെ വലങ്കയായ യുവാവ് ബ്രയാനു നേരെ ചാടി വീഴുകയാണ്. നീണ്ട നേരത്തെ പോരാട്ടത്തിനു ശേഷം ബ്രയാനെ അയാളെയും കൊലപ്പെടുത്താൻ കഴിഞ്ഞു. ശേഷം ബ്രയാൻ ഒളിച്ചിരുന്നിരുന്ന മുറാദിനെ പിടികൂടാനായി ആ യുവാവിൻ്റെ ഫോണിൽ നിന്നും മുറാദിനെ വിളിച്ചു. ഫോൺ റിങ് ചെയ്തിരുന്ന ശബ്ദം വഴി ബ്രയാൻ അവിടെ ഒളിച്ചിരുന്നിരുന്ന മുറാദിനെ കണ്ടെത്തി. ബ്രയാൻ മുറാദിനോട് പറഞ്ഞു, എനിക്കിനിയും ഇത് തുടരാൻ താല്പര്യമില്ല. ഞാൻ നിന്നെ കൊന്നാൽ അവശേഷിക്കുന്ന നിൻ്റെ 2 മക്കൾ പ്രതികാരം ചെയ്യാനായി വീണ്ടും എത്തും. അതിനാൽ നമുക്കിത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. നീ നിൻ്റെ പേരക്കുട്ടികളെയെല്ലാം നോക്കി സുഖമായി ജീവിക്കെ. എന്നെ എൻ്റെ വഴിക്ക് വിടണമെന്നും പറഞ്ഞുകൊണ്ട് ബ്രയാൻ തൻ്റെ തോക്ക് അവിടെ ഉപേക്ഷിച്ച് തിരിഞ്ഞു നടന്നു. അതോടെ പ്രതികാരദാഹം തീരാതെ മുറാദ് ആ തോക്കെടുത്ത് ബ്രയാനു നേരെ നിറയൊഴിക്കുകയാണ്. പക്ഷേ ആ തോക്കിൽ ബുള്ളറ്റ് ഉണ്ടായിരുന്നില്ല. അത് ബ്രയാൻ്റെ ഒരു പരീക്ഷണമായിരുന്നു. അയാൾ നന്നാവില്ലെന്ന് മനസ്സിലാക്കിയ ബ്രയാൻ ഉടൻ തന്നെ മുറാദിനെ കൊലപ്പെടുത്തി. ശേഷം ബ്രയാൻ മൃതപ്രാണയായി കിടന്നിരുന്ന ലെനോൻ്റെ പക്കലേക്ക് ചെന്നു. അങ്ങനെ അവർ നാട്ടിലേക്ക് തിരിച്ചുപോയി. പിന്നീട് കാണിക്കുന്നത് 3 ആഴ്ചകൾക്ക് ശേഷമുള്ള രംഗങ്ങളാണ്. അന്ന് കിമ്മിന് ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ടായിരുന്നു. ആ ഒരു ടെസ്റ്റിൽ അവൾ പാസ്സായി. സന്തോഷം പങ്കിടാനായി അന്ന് അവർ 3 പേരും ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ഭക്ഷണം കഴിക്കാനായി പോയി. ഈ ഒരു സമയത്ത് കിമ്മിൻ്റെ കാമുകൻ കൂടി അങ്ങോട്ടേക്ക് എത്തുകയാണ്. അവിടെ വെച്ച് 4 പേരും സന്തോഷത്തോടെ ഇരുന്ന് സംസാരിക്കുന്ന രംഗത്തോടു കൂടി ചിത്രം അവസാനിക്കുകയാണ്.